ജനവിരുദ്ധത തുറന്നു കാണിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെല്ലാം ഫലം കണ്ടു എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ അത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ആരോഗ്യ മേഖലയിലെ തകർച്ച തുടങ്ങി ശബരിമല കൊല്ല, ഏറ്റവും തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പാണ് കൊല്ലത്ത് ദേശീയപാത തകർന്നു വീണത്. അതടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു കാരണമാണ്. വിജയത്തിന് ശേഷമുള്ള LDFിലെ ചില നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ അവരുടെ യഥാർത്ഥ മനോഭാവത്തെ ഒന്നുകൂടി തുറന്നു കാട്ടി. ഉദാഹരണത്തിന് ശ്രീ MM മണി പറഞ്ഞ പെൻഷൻ ഒക്കെ നന്നായി വാങ്ങി ചാപ്പാട് കഴിച്ച് എന്നിട്ട് തിരിച്ചു ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ മനോഭാവം എന്താണ്? ഈ പെൻഷൻ കാശ് ജനങ്ങളുടെ നികുതി പണമാണ്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും അവരുടെ അവകാശമായിട്ട് കൊടുക്കുന്ന ഒരു പെൻഷൻ അത് വാങ്ങി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന ഒരു മനോഭാവത്തെ ഇവർ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ MM മണി ഒരു അക്കാര്യത്തിൽ സത്യസന്ധനായതുകൊണ്ട് ഉള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റു നേതാക്കന്മാരുടെ എല്ലാം ഉള്ളിലിരിപ്പ് ഇതാണ്, അതവർ തുറന്നു പറഞ്ഞില്ല. പക്ഷെ മണി ഈ ഇങ്ങനെയെല്ലാം വെട്ടി തുറന്നു പറയുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ഉള്ളത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിലെ മുൻപുള്ള LDFോ UDF ഗവൺമെൻറ്റോ ഏർപ്പെടുത്താത്ത പോലെ 2 രൂപ അധിക സെസ് ഏർപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ. സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് 2 രൂപ അധിക സെസ് ഉണ്ട്. ആ 2 രൂപ അധിക സെസ്സും നികുതിയും എല്ലാം ചേർത്തുള്ള ജനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു വിഹിതമാണ് പെൻഷനായ ജനങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, പെർമിറ്റ് ഫീസ് കൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി, ഇങ്ങനെ എല്ലാം കൂട്ടി. അതിനുശേഷം അവർക്ക് ഒരു തുച്ഛമായ തുക പിന്നെ പെൻഷനായി നൽകുന്നതിനെയാണ് അതൊക്കെ കിട്ടിയിട്ടും നിങ്ങൾ മാറ്റി ചെയ്തു എന്ന് പറഞ്ഞത് ഇവരുടെ പിന്നെ ഒരു വൃത്തികെട്ട മനോഭാവത്തിൻ്റെ അത് പിന്നെ ക്ഷമമണിയിൽ കൂടി കൃത്യമായി പുറത്തു വന്നു എന്നുള്ളതാണ്. പിന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചു, പണം വാരി ഒഴുക്കി. എത്രയാ കോൺക്ലേവ് നടത്തിയത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ? ഈ ഒരു കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ 1 മാസം മുമ്പ് എത്ര കോൺക്ലേവാണ് നടത്തിയത്? എറണാകുളത്ത് കോൺക്ലേവ്, കൊച്ചിയിൽ കോൺക്ലേവ്, കൊല്ലത്ത് കശുവണ്ടി കോൺക്ലേവ്, ആലപ്പുഴ കയർ കോൺക്ലേവ്, ഇങ്ങനെയെല്ലാം ഈ PR ഏജൻസിക്കാർ പറയുന്ന കോൺക്ലേവ് എല്ലാം നടത്തിയാൽ ജനം ഓടി വന്ന് വോട്ട് ചെയ്യും എന്ന തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായി. അതിനു മുമ്പാണെങ്കിൽ ലിഫ്റ്റുള്ള ബസ്, നവകേരള സദസ്സ്, അങ്ങനത്തെ കുറേ ഏർപ്പാടുകൾ ഇതെല്ലാം നടത്തി. പക്ഷേ പൊതു ഖജനാവിലെ പണം ഇങ്ങനെ ദൂർത്തടിച്ചപ്പോൾ യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ആരോഗ്യ മേഖലയിലെ തകർച്ച, തീരദേശത്തെ വറുതി, നെൽകർഷകരുടെ ദുരിതം, റബ്ബർ കർഷകരുടെ ദുരിതം, വനം വന്യജീവി മേഖലയിലുള്ള വന്യജീവി സംഘ ആക്രമണങ്ങളിലുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ, പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറച്ചത്, ഇതിനെല്ലാം മറികടക്കാൻ അവസാനം 4 മാസം അവശേഷിക്കുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തി, ചില ആനുകൂല്യങ്ങൾ കൂട്ടിയാൽ ഈ 4.25 കൊല്ലത്തെ ദുരിതം ആളുകൾ മറക്കും എന്ന ഒരു തെറ്റിദ്ധാരണയ്ക്ക് കൂടി ഇതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പണമൊന്നും ഉണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൽ അധികാരമില്ല, കേരളത്തിൽ അധികാരമില്ല, ഞങ്ങളെ സഹായിക്കാൻ കോർപ്പറേറ്റുകളില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ ഈ ശബരിമല കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് പോലും ഒരു പാട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ഹിറ്റായി. എനിക്കിതൊക്കെ ഇഷ്ടമുള്ള ഒരാളായിട്ട് പോലും അത് എഴുതിയ ആളെയോ അത് സംഗീതം ചെയ്ത ആളെയോ അത് പാടിയ ആളെയോ ഒന്നും ഇതുവരെ അറിയത്തില്ല. പക്ഷേ ആ പാട്ടിന് പോലും ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ കനവൂറ്റിയേ, സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. യഥാർത്ഥത്തിൽ ഞങ്ങൾ അറിയത്തില്ല, ഇത് എഴുതിയ ആളെ അറിയില്ല, സംഗീതം ചെയ്ത ആളെ അറിയില്ല, പാടിയ ആളെ അറിയില്ല, പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളെ കണ്ട്. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞ കാര്യങ്ങളുടെ കാമ്പയിൻ 1 രൂപ ചെലവില്ലാതെ, മറുവശത്ത് ഗവൺമെൻറ് PR ഏജൻസികളെ കൊണ്ട് കോടിക്കണക്കിന് കോൺക്ലേവ്, വീഡിയോ, പത്രപരസ്യം, TV പരസ്യം, പിന്നെ ഉറുദു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു. ഉറുദുക്കാർ വന്ന് വോട്ട് ചെയ്യൂ
ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് 33 ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഉറുദു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു. നല്ലത്, പത്രക്കാർക്ക് പരസ്യം കിട്ടട്ടെ. അപ്പോൾ ഇത് കോടികൾ അവിടെ മുഴക്കുമ്പോൾ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പോലും അറിയാത്ത ആളുകൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാമ്പയിൻ മെറ്റീരിയൽസായിട്ട് അവർ വരികയാണ്. അതൊക്കെ നമുക്ക് ഉപയോഗമാവുകയാണ്. മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഉപയോഗമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു വശത്ത് ഓർഗാനിക് ആയിരുന്നു. കാരണം ഞങ്ങൾ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളെ അത് ഏറ്റെടുക്കുമ്പോൾ അതിനൊരു ഓർഗാനിക് ആയിരുന്നു ആ മൂവ്മെൻറ്റ്. മറുവശത്ത് എന്ത് PR ആയിരുന്നു. ഈ ഓർഗാനിക്കും PRും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വിജയിച്ചു എന്ന് വേണം കൂടി കരുതാൻ.